നെസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുടുക്ക ചലഞ്ചില്ലേ അതിൻ്റെ കുറച്ചൊരു അപ്ഡേറ്റുമാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. തലേന്ന് രാത്രി തന്നെ പണി തുടങ്ങും കേട്ടോ. പിറ്റേന്ന് രാവിലേക്ക് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉന്നക്കായ റെഡിയാക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഉന്നക്കായ സെറ്റാക്കി വെച്ചാൽ അത് ബോക്സിലെടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേന്നൊക്കെ അതൊരു എളുപ്പമുണ്ട്. സമൂസ മാത്രം നമുക്കപ്പോൾ പണിയെടുത്തിട്ട് അതിൻ്റെ കൂടെ പൊരിച്ചാൽ മതിയല്ലോ. ഫസ്റ്റിൽ ഉന്നക്കായ പൊരിക്കും, പിന്നെ സമൂസ പൊരിക്കും, അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ പഴം വാങ്ങിയ സമയത്ത് പച്ച പഴമാണ് കേട്ടോ. അപ്പോൾ തലേന്ന് അയാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി വേണമെന്ന്, പക്ഷേ വേറെ ഒരു അപ്ഡേറ്റും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധനങ്ങളൊന്നും വാങ്ങി വെച്ചിട്ടില്ല. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആണ് വിളിച്ച് പറഞ്ഞത്. രാവിലെ വെച്ചാൽ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് വിളിക്കുന്നത്. എന്തായാലും ഓർഡർ ഉണ്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് പിന്നെ അന്ന് സാധനങ്ങളൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോയി വാങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ വർക്കിന് കിട്ടുന്ന എത്രയാണ് എനിക്ക് ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഉന്നക്കായ കോഴിമുട്ട വെച്ച് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ കോഴിമുട്ടക്ക് ഇപ്പോൾ നല്ല റേറ്റാണ്. ഇവിടെ 8 രൂപയാണ് കേട്ടോ ഒന്നിന്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ തേങ്ങ മാത്രം ഇതാക്കുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് ഈ കോഴിമുട്ടയിൽ വെച്ചാൽ. പിന്നെ പഴം, അതും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറയുകയാണ്, ഞാൻ സാധാരണ ഉന്നക്കായൊക്കെ എടുക്കൽ തലേന്ന് പഴം വാങ്ങിക്കൊണ്ടുപോയി വെക്കും, പിറ്റേന്നാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പം വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ കുറച്ചൊരു പാകമായി വരും. പച്ചപ്പഴമായിരിക്കുമല്ലോ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പച്ചപ്പഴമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് അന്ന് രാത്രി തന്നെ ഉണ്ടാക്കാൻ വേണമല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി വീട്ടിലുള്ള പഴം എടുത്ത് പച്ചപ്പഴം അവിടെ വെക്കുകയും ചെയ്ത് അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പച്ചപ്പഴം കുക്കറിലിട്ട് പുഴുങ്ങുകയും ചെയ്ത് മറ്റേത് നമ്മൾ ഈ ആവിയിൽ വേവിക്കുകയും ചെയ്തിട്ടോ. അതുകൊണ്ട് തന്നെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എനിക്ക് ഇന്നത്തെ ഉന്നക്കായയിൽ. പിന്നെ ചെമ്മീൻ പൊരിച്ചതും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നല്ല ബുദ്ധിമുട്ടായി പോയിട്ടോ ചെമ്മീൻ. 2 ദിവസം മുമ്പ് വരെ ചെമ്മീൻ ഇഷ്ടം പോലെ ഇവിടെ 260, 280, 300 ആ ഒരു റേറ്റിലാണ് കേട്ടോ വിറ്റിട്ടുണ്ടായിന്. പക്ഷേ നമുക്ക് ഈ ഞായറാഴ്ച രാവിലെയാണ് നമുക്കിതിൻ്റെ ഈ ഓർഡർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ തലേന്ന് തന്നെ നമ്മൾ എന്തായാലും സെറ്റാക്കി വെക്കണം. അപ്പോൾ വൈകുന്നേരം ചെമ്മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ. അപ്പോൾ എന്ന് വെച്ച് പോയി നോക്കിയപ്പോൾ എവിടെയും ചെമ്മീൻ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ തന്നെ 300 രൂപ ഉണ്ട് എടുക്കുന്നവർക്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നഷ്ടമാണല്ലോ. പിന്നെ 400 റുപ്യക്കോ 500 റുപ്യക്കോ ഒന്നും ആൾക്കാർ വാങ്ങൂലല്ലോ, സാധാരണക്കാരുള്ള സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇക്കാക്ക് നല്ലോണം ബുദ്ധിമുട്ടിട്ടോ. നടക്കാവ് പോയിട്ടാണ് പിന്നെ ഏതായാലും ഏറ്റില്ലേ. അപ്പം നമുക്ക് ലാഭവും നഷ്ടവും അതിൽ നോക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നടക്കാവ് പോയിട്ട് 460 രൂപക്കാണ് ആ 1 കിലോ ചെമ്മീൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ രാവിലെ 5 മണിക്കാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ വേഗം വർക്കുകളൊക്കെ തുടങ്ങുകയാണ്. ഒന്ന് ഫ്രഷായി കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുള്ളതൊക്കെ ചെയ്തതിന് ശേഷം 4:45 ഞാൻ അലാറം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അടുക്കളയിലേക്ക് എത്തുമ്പോൾ ഒരു 5:15, 5:10 ആയിട്ടുണ്ടാവും. അപ്പോൾ വേഗം ചട്ടിപ്പത്തിരിക്കുള്ള കാര്യങ്ങളാണ്. ഒരു ചട്ടിപ്പത്തിരി, പിന്നെ 25 ഉന്നക്കായ, 25 സമൂസ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ 1 കിലോ ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ വേഗം ചെമ്മീൻ ഞാൻ തലേന്ന് തന്നെ ഉരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് തല മാത്രം വെച്ച് തൊലിയൊക്കെ അവർ കളഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നാലും നമുക്ക് ആ പുറത്തുള്ള നാരൊക്കെ പോക്കണം. എല്ലാമൊക്കെ പോക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി ഫ്രിഡ്ജിൽ വെച്ചാണ്. അപ്പോൾ ചെമ്മീനൊക്കെ ആയതുകൊണ്ട് തലേന്നേ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അരമണിക്കൂർ മാത്രം മാരിനേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റബ്ബർ പോലെ ആയിപ്പോകും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിപ്പത്തിരിൻ്റെ സംഭവങ്ങളൊക്കെ ചട്ടിപ്പത്തിരിൻ്റെ മസാല അതൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ തലേന്ന് ഞാൻ ഉള്ളി തൊലി കളഞ്ഞിട്ട് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് കഴുകി അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. അന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ചെമ്മീൻ ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പൊരിച്ചതൊക്കെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവൽ. പിന്നെ ചായക്ക് ഞാൻ അടുപ്പത്ത് വെച്ച് ചായയൊക്കെ വെച്ചെങ്കിലും പിന്നെ ഞാനൊരു 7 മണിയൊക്കെ ആയിരിക്കും കേട്ടോ കുടിക്കുമ്പോൾ. പിന്നെ ചട്ടിപ്പത്തിരി സെറ്റായി കൊണ്ട് വരുന്നുണ്ട്. ഒരു ചട്ടിപ്പത്തിരിയേ ഉള്ളൂ കേട്ടോ. നല്ല പണി വെച്ചാൽ നല്ല പണിയാണ്. 10 രൂപ ആരാൻ്റെ കീശയിലുള്ള നമ്മളെ കീശയിലെത്തണമെങ്കിൽ നല്ല അധ്വാനം തന്നെയാണ് കേട്ടോ. പിന്നെ അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ തന്നെയുള്ളൂ. നമുക്ക് വെറുതെ ഇരുന്ന് വീട്ടിൽ കയ്യും കെട്ടി മേലോട്ട് നോക്കിയിരുന്നാൽ നമുക്ക് 5 പൈസ കിട്ടൂലല്ലോ. പിന്നെ കോഴിമുട്ടേൻ്റെ തൊലിയൊന്ന് നല്ലോണം പൊടിച്ചിട്ട് അച്ചേൽക്ക് നമ്മൾ മുറ്റത്ത് കൊണ്ടുപോയിടുകയാണെങ്കിൽ അത് അവിടെ അങ്ങനെ നിറഞ്ഞ് കിടക്കും. കോഴിയോ മറ്റോ കാക്കയൊക്കെ വന്ന് അത് അലമ്പാക്കും. ഇങ്ങനെ അതേപോലെ പൊടിച്ച് ചെടീൻ്റെ മുരട്ടിട്ടാൽ അവിടെ സ്ഥലം വൃത്തികേടാകുകയും ചെയ്യൂല.
പിന്നെ ചെടിക്ക് വളമാകുകയും ചെയ്യും. അപ്പോഴേക്കും പാത്രങ്ങൾ കുറച്ചധികം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം എന്താ വെച്ചാൽ, എനിക്ക് കുറഞ്ഞ പണിയാണെങ്കിലും ഒരുപാട് പാത്രങ്ങൾ നിരത്തും ഞാൻ. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു പണിയാണ്. ഇങ്ങനെ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇഷ്ടംപോലെ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അപ്പം ഞാൻ എന്താ വെച്ചാൽ ആദ്യം തന്നെ കുറഞ്ഞ പാത്രങ്ങളിൽ, കുറഞ്ഞൊന്നല്ല എന്നാലും പാത്രങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ വേഗം കഴുകി മാറ്റിയിട്ടുണ്ട്. പിന്നെ പിന്നെ ഡിഷ് റാക്കോട് കൂടി പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് അപ്പോഴത്തേന് അത്യാവശ്യം നേരം വെളുത്തൊക്കെ ചെയ്തിക്കണ്. ആരും എണീറ്റിട്ടൊന്നുമില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും നേരം വൈകിട്ടാണ് അടുക്കളയിലേക്കൊക്കെ വരിക. പിന്നെ ചട്ടിപ്പത്തിരി പിന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേഗം ഉള്ളി തൊലി കളഞ്ഞ് വെച്ചതിനെ കൊണ്ടും പിന്നെ അതേപോലെ തണുപ്പിൽ വെച്ചതിനും ഫ്രിഡ്ജിൽ വെച്ചതിനെ കൊണ്ടും കണ്ണെരിയൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും പാവക്കാക്കനെ ഞാൻ 6 മണിയായപ്പോൾ വിളിച്ചുണർത്തി പിന്നെ ഇതിന് പറഞ്ഞയച്ചതാണ് കേട്ടോ. ഞായറാഴ്ച മാത്രമാണ് ഇങ്ങനെ ലേറ്റായിട്ടൊക്കെ എണീക്കുക. അല്ലാത്ത ദിവസമൊക്കെ 5:30 മണിക്കൊക്കെ എണീക്കും. പക്ഷേ ഇത് ഞായറാഴ്ച എല്ലാവർക്കും ഒരു മൈൻഡ് ഫ്രീ ആകുന്ന ഒരു ദിവസമാണല്ലോ. അപ്പോൾ ഇറച്ചിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ചക്കിലേക്ക് മഞ്ഞച്ചോറും ബീഫ് കറിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതേപോലെ അച്ചാറിന് ഓർഡർ ഉണ്ട്, 500 ഓർഡർ ഉണ്ട് ബീഫ് അച്ചാറിന്. അപ്പോൾ അതും പിന്നെ ഇതിലേക്കുള്ള ഒരു 250 ഗ്രാം ഇതാണ് കേട്ടോ ഞാൻ ഈ ഒരു 25 സമൂസയിലേക്ക് വാങ്ങിയിട്ടുള്ളത്. എല്ലില്ലാത്ത ബീഫാണ് കേട്ടോ എല്ലാം ഉള്ളത്. അപ്പോൾ പിന്നെ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് സമൂസൻ്റെത് അതും അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് പത്തിരി ചൂടണമല്ലോ, എല്ലാവരും ഇപ്പം എണീറ്റ് വരുമല്ലോ. അപ്പോഴേക്കും പൊടി ഒന്ന് വാട്ടി വെക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കിയൊക്കെ വെച്ചാൽ മോളോടൊന്ന് വിളിച്ചാൽ അവൾ ഞാൻ പരത്തി കൊടുത്താൽ അവൾ ചുട്ടെടുത്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുള്ള പണിയാകുമ്പോൾ പത്തിരി ഒന്ന് മുന്നിൽ നിന്ന് ചുട്ടെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം പൊടി കളരിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറി ഭാഗ്യത്തിന് തലേന്ന് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത് ഫ്രിഡ്ജിലുണ്ടേന് കേട്ടോ. അത് ഞാൻ വേഗം രാവിലെ തന്നെ എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടേനി. പിന്നെ ഉള്ളി വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിനയിലും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. സമൂസൻ്റെതാണ് കേട്ടോ അത്. ചിക്കൻ്റെ സമൂസ അതിനെങ്കിൽ ഞാൻ രാത്രി തന്നെ ഈ ഒരു മസാല ഒക്കെ റെഡിയാക്കി എടുക്കും. തലേന്ന് പിന്നെ നല്ല ബീഫ് കിട്ടണമെങ്കിൽ ഞായറാഴ്ച രാവിലെ തന്നെ ആവണം കേട്ടോ. വെള്ളിയും ഞായറുമാണ് ഇവിടെ നല്ല അടിപൊളി ബീഫ് കിട്ടുക. അല്ലാത്ത ദിവസം ബീഫ് ഉണ്ടാവും, മൂരിയാണ് കേട്ടോ. വേറെ എന്താ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചെമ്മീനുള്ള മസാല റെഡിയാക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതേപോലെ കാശ്മീരി മുളക്, സാദാ മുളക്, ഉപ്പ്, കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങൻ്റെ നീര് എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ചെമ്മീനിലേക്ക് സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ ചെമ്മീൻ മസാല തേക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിനില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു മസാല മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ കറിവേപ്പിനില ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളത് ആ വെള്ളമൊക്കെ വാർന്ന് എടുത്തിട്ടുള്ള ആ ഒരു ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കോൺഫ്ലോറാണ്. പക്ഷേ കോൺഫ്ലോർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്ര ഒരു പെർഫെക്റ്റ് ആയില്ല കോൺഫ്ലോർ ചേർത്തത്. ചിക്കനിലും ബീഫിലൊക്കെ ചേർക്കുന്ന പോലെ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലയും കൂടി ചേർത്തിട്ട് കുറച്ച് ആ മിക്സിൻ്റെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കേട്ടോ, ഒരുപാട് വെള്ളമായി പോകണ്ട. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ, ഒരുപാട് സമയം ആവണ്ട കേട്ടോ. ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഒരു റബ്ബർ ആയ ഒരു ഫീല് വരും. അതുകൊണ്ട് ഒരുപാട് സമയം വേണ്ട, മിനിമം അരമണിക്കൂർ മാത്രം മതി. അപ്പോഴേക്കും സമൂസൻ്റെ മസാലയിലേക്ക് ഞാനിതാ ബീഫ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുള്ള ബീഫ്, എല്ലില്ലാത്ത ബീഫാണ് കേട്ടോ, അതൊന്ന് വേവിച്ച് വെച്ചിട്ട് മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 250 ഗ്രാം ബീഫാണിത്. പക്ഷേ വെന്ത് ഒന്ന് ഇതേപോലെ ക്രഷ് ചെയ്ത് വരുമ്പോഴേക്കും ഉണ്ടാവില്ല. പക്ഷേ ബീഫിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് ബീഫിൻ്റെ സമൂസക്ക് ചിക്കൻ്റെ സമൂസനേക്കാളും ടേസ്റ്റ് ബീഫിൻ്റെ സമൂസ തന്നെയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ബീഫിൻ്റെ സമൂസ ഓർഡർ വരാറില്ല കേട്ടോ. ഒരു മാസത്തോളമായിട്ട് ഇപ്പോൾ മോളെ പ്രസവവും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർഡർ എടുക്കാറില്ല കേട്ടോ. 2-3 ഓർഡർ അടുത്ത് വന്നത് ഞാൻ ഒഴിവാക്കുകയും ചെയ്ത്. പിന്നെ ഇപ്പം പിന്നെ ഏകദേശം ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ചാറിൻ്റെ പരിപാടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബീഫ് അച്ചാറോ മീൻ അച്ചാറോ പിന്നെ അതേപോലെ ഹെൽത്തി മിക്സ് ഉണ്ടല്ലോ, നമ്മൾ അരിപ്പൊടിയിൽ അണ്ടിപ്പരിപ്പ്, ബദാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള പൊടിക്കുന്ന അത് വേണമെങ്കിലൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിട്ടോ ഞാൻ നിങ്ങൾക്ക് എവിടെ ആണെങ്കിലും എത്തിച്ച് തരുന്നുണ്ട് പാർസലായിട്ട്. പിന്നെ നമ്മുടെ പത്തിരി ഉണ്ടല്ലോ, പത്തിരിക്കുള്ള ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കുന്ന എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി വെച്ചാൽ മോള് വന്നാൽ അവൾ ചുട്ടോളല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ അവളെ കൊണ്ട് അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടിയില്ല കേട്ടോ. കാരണം മോനപ്പത്തിന് എണീറ്റ് കരയൊക്കെ ചെയ്ത് അപ്പം ഞാൻ തന്നെ ചുടേണ്ടി വന്ന്. പിന്നെ അതപ്പുറത്ത് നമ്മൾ സമൂസക്കുള്ള മാവും കൂടി കുഴച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്.
വീണ്ടും ഇതാ ഞാൻ ഈ ഒരു പണി കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഒക്കെ മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി. കാരണം ഓരോ വർക്ക് കഴിയുമ്പോഴും ഇങ്ങനെ പാത്രങ്ങൾ കൂടുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ വേഗം അത് പുറത്തേക്ക് വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പോൾ വർക്ക് ഏരിയയിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പാത്രങ്ങൾ നിറഞ്ഞു വെക്കുമ്പോൾ അപ്പുറത്ത് കൂടെ ആ ഒരു ഇറിറ്റേഷനും ഉണ്ടാവും എനിക്ക്. പാത്രങ്ങൾ കാണുമ്പോൾ ഈ ഒരു പണി എടുക്കുമ്പോഴും കൂടി. അപ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനത്തിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ അവിടെ ആ അഴുക്ക് കാണൂലല്ലോ. അപ്പോൾ അതാ നല്ല ഞാൻ പറഞ്ഞില്ലേ, ഓരോ പണി കഴിയുമ്പോഴും എനിക്ക് പാത്രങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എനിക്കറിയില്ല എന്താണ് സംഭവമെന്ന്. പക്ഷേ പണ്ടത്തെ മാതിരി ഇപ്പോൾ പാത്രങ്ങൾ കഴുകാൻ മടിയില്ല കേട്ടോ. നല്ല മടിയേനി എനിക്ക് പാത്രം. ഇപ്പോൾ ആണെങ്കിൽ 3 ട്രിപ്പ് പാത്രങ്ങളാണ് എനിക്ക് കുറേ ഉണ്ടാവൽ. അപ്പോൾ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് ഉണ്ടാവും. അതും കുറച്ചൊന്നല്ല കേട്ടോ. എന്നാൽ ഒരു 7 ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ ഇവിടെ. രാവിലെ 7 ആളുണ്ട്, ഉച്ചക്ക് 6 ആളുണ്ട്, രാത്രി 7 ആളുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ എന്താണെന്നറിയില്ല, രാവിലത്തെ ചായ കുടി കഴിഞ്ഞാലുള്ള പാത്രങ്ങൾ ഫുള്ള് കഴുകി മാറ്റും. പിന്നെ ഉച്ചക്ക് ചോറ് തിന്നാലുണ്ടാവും ഒരു ലോഡ് കഴുകുക, അതും മാറ്റും. പിന്നെ വൈകുന്നേരം 3 നേരമല്ല 4 നേരം ഇവിടെ പാത്രം കണ്ട്. വൈകുന്നേരം പിന്നെ ചായ കുടിച്ചതും കുട്ടികളുടെ ടിഫിനും അതൊക്കെ കൂടി ആ മരിബാങ്കിൻ്റെ ഒക്കെ ആ ഒരു സമയത്താണ് അടുക്കള ക്ലീൻ ആക്കുക. അത് കഴിഞ്ഞ് പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും ഉണ്ടാകും പാത്രം. അങ്ങനെ 4 ട്രിപ്പ് ഇവിടെ ഡെയിലി പാത്രം കഴുകുന്നുണ്ട്. പിന്നെ എത്ര നമ്മൾ വീട് വൃത്തിയാക്കി വെച്ചാലും വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഏതെങ്കിലും കാരണവശാൽ ആ ക്ലീൻ ആക്കാതെ അല്ലെങ്കിൽ സിങ്കിൽ പാത്രം ഇട്ടിട്ടോ അടിച്ച് വാരാതെ തുണി അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ടോ ഒന്നും എടുത്ത് വെക്കാത്തൊരു സമയം വരുന്നുണ്ടെങ്കിൽ ആ സമയം നോക്കി വിരുന്നാരും വരും. അപ്പോൾ ആകെ നാണക്കേടാണ്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതിന് ഒരു കാര്യമില്ലാത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മളൊരു എന്താ പറയുക, ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി തന്നെയായിരിക്കും. പക്ഷെ ആരെങ്കിലും വരുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് നീങ്ങേണ്ടിയൊക്കെ വരുമല്ലോ. അപ്പോഴേക്കും ഇവിടെ കുട്ടികളുള്ളതിനോട് പ്രത്യേകിച്ച് മക്കൾ ഡ്രസ്സൊക്കെ അവിടെയും ഇവിടെയൊക്കെ വാരി വലിച്ചിടും, ബുക്കുകൾ പരത്തിയിട്ടുണ്ടാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആരെങ്കിലും 2 പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ടെൻഷനായി പോയിട്ടോ. ഒരുപാട് വൃത്തികേടായി എന്നല്ല, പക്ഷെ എന്നാലും നമുക്കൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ലല്ലോ. നമ്മളെ കുടുംബശ്രീത്തെ മോളെ കാണാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ആയി വന്ന് ആ സമയമായപ്പോഴത്തേക്ക് ഇതേപോലെ തന്നെയാണ്. എനിക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിനി, പിന്നെ ബേബിനെ കൂട്ടാൻ പോകേണ്ട ആവശ്യമുണ്ടായിനി. ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ അത്യാവശ്യം വൃത്തികേടായിട്ടുണ്ടായിനി. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഓല് വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയിട്ടോ. ഓലെന്താ എന്നെ പറ്റി വിചാരിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് ഈ ഒരു വോയിസ് കൊടുക്കുമ്പോഴും മനസ്സിലൊരു ഇതായി കിടക്കുന്നുണ്ട്. പിന്നെ മൂസിനെ ചോദിച്ചിട്ടുണ്ടായിനി ചട്ടിപ്പത്തിരിൻ്റെ റേറ്റ്. അതേപോലെ ഓള് മാത്രം എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ 550 ആണ്. 500 റുപ്യേനു ചട്ടിപ്പത്തിരിക്ക്. ഇപ്പം 550 കോഴിമുട്ടൻ്റെ വില കൊണ്ടാണ്. പിന്നെ അതേപോലെ ഉന്നക്കായക്ക് സാധാ തേങ്ങ ഇട്ടതിന് 13ഉം കോഴിമുട്ട ഇട്ടതിന് 15ഉം ആണ്. പിന്നെ നമ്മളെ ചിക്കൻ്റെ സമൂസക്ക് 13 രൂപയും ബീഫിൻ്റെതിന് ചിക്കൻ്റെതിനൊക്കെ ഒരേ വില 13 രൂപ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈ ഞാൻ പറഞ്ഞില്ല 460 രൂപ ആയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ 700 രൂപക്കാണ് കേട്ടോ കൊടുത്തത്. അപ്പോഴേക്കും നമ്മുടെ കറി ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഒരു കറി വെച്ചത്. പിന്നെ തേങ്ങ അരച്ച് വെക്കാൻ നല്ല വിറ്റേന്. തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവേ ഇല്ലേനി. അപ്പം ഞാൻ കുറേ പ്രതീക്ഷിച്ച് കാക്ക ആരെങ്കിലും അടുക്കളയിലേക്ക് വരുമെന്ന്. എവിടെ പോലെ പൊടി പോലും ആ സമയത്തൊന്നും കണ്ടില്ല. ഞാൻ തന്നെ പോയി ചിരവിട്ടോ. നല്ല വിറ്റേന്. രാവിലെ കുറേ ചിരിച്ചിരിക്കുന്നു ഞാനും മോളും കൂടി. അപ്പോൾ പുറത്ത് കൊണ്ടുപോകാനുള്ള ഒക്കെ സെറ്റായിട്ടോ. പിന്നെ നമ്മളെ ഉച്ചക്കത്തെ ബീഫ് കറി മഞ്ഞച്ചോറൊക്കെ ഞാൻ പറഞ്ഞു കുടുങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പം നല്ല പണിയാണല്ലോ എനിക്ക് ഉണ്ടായിനി. അപ്പോൾ പറഞ്ഞു കുടുങ്ങിയതിനോണ്ട് ഞാനത് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. പിന്നെ അച്ചാറിടാനുള്ള ബീഫ് കഴുകിയിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിപ്പോൾ ഇനി രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെ ചെയ്യുള്ളൂ കേട്ടോ. ഞാനിത് ഇന്ന് ആവൂലെല്ലാം കൂടി. പിന്നെ നമ്മുടെ ആ ഒരു കാശിക്കുടുക്ക ഉണ്ടല്ലോ, നമ്മളെ ന്യൂ ഇയർ ചാലഞ്ച്. അപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞ മാതിരി അന്ന് പൈസ ഇട്ടപ്പോൾ പിന്നെ ഇന്നാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 1900 രൂപ ആണ് ഇപ്പോൾ ഇന്നത്തെ ഇത്. പ്രോഫിറ്റും മറ്റേതും കൂടി 1000 രൂപ നമ്മളെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ, സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി 1000 രൂപ ആയിട്ടുണ്ട്. 1000 രൂപ. പിന്നെ കുറേ പൊടികളൊക്കെ നമ്മൾ ഇവിടുന്ന് എടുക്കും. ഗ്യാസിൻ്റെതുണ്ട്, അതൊന്നും കൂട്ടാതെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 875 ഇന്നത്തെ പണിയിലെ പ്രോഫിറ്റ്. 875 പ്രോഫിറ്റ്. അതിൽ 800 കൂട്ടാം. അപ്പം ബാക്കി ഗ്യാസിനൊക്കെ ആയല്ലോ. ഒരു 75 ഗ്യാസിന് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അതിൽ എപ്പോഴും പറയലില്ലേ, നമ്മളെ വരുമാനത്തിൻ്റെ പകുതി നമ്മൾ സമ്പാദിക്കണം, പകുതിയല്ലോ നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ഈ 875 500 രൂപ നമ്മളെ കുടുക്കയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ചെയ്തതെന്നും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ.
നിങ്ങൾ പൈസ എപ്പോഴൊക്കെ ഇടലുണ്ടോ, എങ്ങനെ ഇടൽ, നിങ്ങൾ അതിൻ്റെ സ്രോതസ് എന്താണെന്നൊക്കെ ഒന്ന് പറയണേ. ഇന്ന ദിവസം ഇത്ര പൈസ ഇടുകയെന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. നമുക്ക് എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പൈസ കിട്ടുകയെന്ന് യാതൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ കിട്ടണത്, ആഴ്ചക്കാണ് കിട്ടണമെങ്കിൽ ആഴ്ചക്ക്, ഡെയിലിയാണ് കിട്ടണമെങ്കിൽ ഡെയിലി, നമുക്ക് ഒരു 10 രൂപ ഒന്നും ഇടണ്ട കേട്ടോ. 100 രൂപേൻ്റെ മേലോട്ട് നമ്മുടെ അതിലിട്ടാൽ മതി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് അത് നിറഞ്ഞു പോകും. അപ്പോൾ അത് പറ്റില്ല. നമുക്ക് നിറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുകയും ചെയ്യണമല്ലോ പൊട്ടിക്കുന്ന സമയത്ത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അതിൽ നിന്നൊരു നല്ലൊരു പൈസ ഉണ്ടാക്കി എടുക്കണം കേട്ടോ, ഇൻഷാ അല്ലാ.